വിശദമായ വാർത്തകൾ നോക്കാം. തിരുവനന്തപുരത്ത് കടൽക്ഷോഭം രൂക്ഷം. പൂവാർ, പൂന്തുറ, വലിയതുറ, പൊഴിയൂർ, കോവളം മേഖലകളിലാണ് കടൽ കയറിയത്. പലയിടത്തും റോഡിലേക്ക് കടൽ ഇരച്ചു കയറിയതായാണ് വിവരം. ആകെ 50ഓളം വീടുകളിൽ വെള്ളം കയറി. അപകട സാധ്യതയുള്ള പലയിടങ്ങളിലും വീടുകൾ ഒഴിപ്പിച്ചു. ചിലയിടങ്ങളിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്തും കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾ തകർന്നു. 5ഓളം വീടുകൾ പൂർണ്ണമായും 5ലേറെ വീടുകൾ ഭാഗികമായും തകർന്നു. കടലാക്രമണ മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും പ്രദേശവാസികൾ മാറി താമസിക്കാനും കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. തൃശൂർ പെരിഞ്ഞനം ബീച്ചിൽ കടലേറ്റം രൂക്ഷം. ഇന്ന് ഉച്ച മുതലാണ് കടലേറ്റം ആരംഭിച്ചത്. വെള്ളവും മണ്ണും അടിഞ്ഞു കയറി മത്സ്യബന്ധന വല നശിച്ചു. സമിതി ബീച്ച്, കയ്പമംഗലം, വഞ്ചിപ്പുര തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലേറ്റമുള്ളത്. വലിയ തിരകൾ ശക്തമായി കരയിലേക്ക് അടിച്ചു കയറുന്നുണ്ട്. പെരിഞ്ഞനം സമിതി ബീച്ചിൽ കടൽ ഭിത്തിയും കടന്ന് കടൽ വെള്ളം കരയിലേക്ക് കയറുന്നുണ്ട്. വെള്ളവും മണ്ണും അടിച്ചു കയറി വരാഹം ഗ്രൂപ്പിന്റെ മത്സ്യബന്ധന വല നശിച്ചു. വള്ളവും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും നാട്ടുകാരെല്ലാം കൂടി നീക്കിയതിനാൽ വൻ നാശനഷ്ടം ഒഴിവായി. രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴിയും ഉണ്ടായിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ